നമസ്കാരം. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഫോണിലൂടെ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. എല്ലാത്തിനും കാരണം നിങ്ങളാണ്, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് നിങ്ങളാണ്, ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഇറാനിലേക്ക് ഒന്നോ രണ്ടോ ആക്രമണങ്ങൾ നടത്തിയാൽ, അല്ലെങ്കിൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇറാനിലെ ഭരണകൂടത്തിനെതിരെ അവിടുത്തെ ജനങ്ങളെ അണിനിരത്താൻ കഴിയുമെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിപ്പിച്ചു. യുദ്ധം നീണ്ടുപോകില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അമേരിക്കയെ ആവശ്യമില്ലാതെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചു. ഇപ്പോൾ യുദ്ധം നീണ്ടുപോവുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെല്ലാം കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ തെറി വിളിച്ചു എന്നൊക്കെയുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ കൈകളിൽ ഇപ്പോഴത്തെ ഈ യുദ്ധം നിൽക്കില്ല, അദ്ദേഹത്തിന്റെ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ JD വാൻസിനെ ചർച്ചകൾക്ക് ചുമതലപ്പെടുത്തി. അതിന്റെ ഭാഗമായിട്ടാണ് JD വാൻസ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചത് എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയാകട്ടെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കാരണക്കാർ ഇവിടെ മൊസാദാണ്. അവർ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു, അവർ പറഞ്ഞതനുസരിച്ചാണ് അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് ക്ഷണിച്ചത്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സമ്മതിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ സൈനിക മേധാവി ഇയാൽ സമീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് IDF തകർച്ചയുടെ വക്കിലാണ്. ഒരേ സമയം 3-4 ആളുകളുമായി യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ഇവിടെ ഹമാസുമായിട്ട് യുദ്ധം ചെയ്യണം, അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായിട്ട് യുദ്ധം ചെയ്യണം, ഇറാനുമായിട്ട് യുദ്ധം ചെയ്യണം. ഇങ്ങനെ 2-3 യുദ്ധമുഖങ്ങളിൽ സൈനികരെ വിന്യസിക്കേണ്ടി വന്നതിനാൽ സൈന്യത്തിൽ വളരെയധികം ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ IDF തകർന്നു പോകും, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ JD വാൻസിന്റെ ഈ പൊട്ടിത്തെറി നേരത്തെ തന്നെ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം, അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ബെഞ്ചമിൻ നെതന്യാഹു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അവസ്ഥ അതിദയനീയമാണ് എന്നുള്ളതാണ്. ഒരുപാട് കാലം മാറി നിന്നിരുന്ന ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ഇസ്രായേൽ സൈനികർ ഇവിടെ ഇസ്രായേലിലെ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന സംഭവമാണ്. അതുപോലെ തന്നെ നിരവധി ഇസ്രായേൽ സൈനികർ ഹിസ്ബുള്ളയുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരികയാണ്. പരിക്കേറ്റ വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിൽ സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ അറ്റാക്കിൽ അമേരിക്കക്ക് 3 വിമാനങ്ങൾ കൂടെ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിമാനത്താവളത്തിന്റെ റൺവേ അതുപോലെ മറ്റ് സംവിധാനങ്ങൾക്ക് നേരെയൊക്കെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 12ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഈ ആക്രമണത്തെ തുടർന്നുണ്ടായിട്ടുണ്ട്. അത്ര ശക്തമായ ആക്രമണം ഇവിടെ അമേരിക്കക്കെതിരെയും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും ഒക്കെ തുടരുകയാണ്. ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിൽ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ ടെല്ലവീവിലേക്ക് ഇവിടെ ഇറാൻ വലിയ ക്ലസ്റ്റർ ബോംബുകൾ വർഷിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നു. ഒരു കെട്ടിടത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു, ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഇവിടെ 6000-ലധികം ആളുകൾക്ക് ഇപ്പോൾ ഏകദേശം ഇസ്രായേലിനകത്ത് പരിക്കേറ്റു എന്ന വിവരം, സാധാരണക്കാർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതേസമയം സൈനികർക്ക് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിരവധി സൈനികർ ഇവിടെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത, ഹൂത്തികൾ ഈ യുദ്ധത്തിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഇതുവരെ മാറി നിന്നിരുന്ന ഹൂത്തികൾ ഇപ്പോൾ സമയമായി എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ ഈ യുദ്ധത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഡിമോണയിലെ ഇസ്രായേലിലെ ആണവ കേന്ദ്രത്തിന് നേരെ ഇവിടെ ഹൂത്തികൾ ആദ്യമായി ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നു. എന്തായാലും അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലാണ് തുടങ്ങി വെച്ചത്, അമേരിക്കയാണ് തുടങ്ങി വെച്ചത്. ഈ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തില്ല എന്ന് ട്രംപ് പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവിടെ ഇറാനിലേക്ക് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹൂത്തികൾ ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയത് എന്ന വാർത്ത പുറത്തു വരികയാണ്. അതോടൊപ്പം തന്നെ റഷ്യ ഇവിടെ ഇറാന് കൂടുതൽ മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ കൊടുക്കുന്നു
എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തായാലും റഷ്യയുടെ ഈ ഒരു ഇടപെടൽ അതും ഇസ്രായേൽ ക്ഷണിച്ചു വരുത്തിയതാണ്. റഷ്യൻ പൗരന്മാർ അവർ ജോലി ചെയ്യുന്ന ആണവ കേന്ദ്രങ്ങൾക്കു നേരെ പോലും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ റഷ്യ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തരുത്, ഞങ്ങളുടെ പൗരന്മാരുടെ ജീവൻ അപകടത്തിലാണ്, നിങ്ങൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവിടെ ഇസ്രായേൽ അത് കേൾക്കാൻ തയ്യാറായില്ല. എന്തായാലും റഷ്യ ഇപ്പോൾ കൂടുതൽ പ്രഹരശേഷിയുള്ള ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇപ്പോൾ ഇറാന് കൊടുക്കുന്നു, ഇറാനുമായി അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. എന്തായാലും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ട്രംപ് യുദ്ധം തുടങ്ങി. ഇപ്പോൾ എവിടെ കൊണ്ടുചെന്ന് അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹത്തിന് ഒരു രൂപവും കിട്ടുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ JD വാൻസിനെ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് JD വാൻസിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാനാണെങ്കിൽ ട്രംപിനോട് വിശ്വാസമില്ല, താല്പര്യമില്ല. പക്ഷേ ഇവിടെ JD വാൻസിനോട് ഇറാന് ചെറിയ താല്പര്യമുണ്ട്, വിശ്വാസമുണ്ട്. JD വാൻസ് ഈ യുദ്ധത്തിന് നേരത്തെ തന്നെ എതിരായിരുന്നു. ഈ യുദ്ധം ആവശ്യമില്ലാത്തതാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നേരിട്ടുള്ള യുദ്ധം പാടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ JD വാൻസ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ട ചർച്ചകൾ നടത്തണമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചതും ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് JD വാൻസ് പൊട്ടിത്തെറിച്ചതും. എന്തായാലും JD വാൻസിന്റെ ഈ ഒരു കടന്നുവരവിനെ പല പ്രമുഖരും അത് നല്ല ലക്ഷണമായിട്ടാണ് നിരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇറാൻ ഇവിടെ JD വാൻസിനെ വിശ്വസിക്കുന്നുണ്ട്, അദ്ദേഹത്തോടൊരു താല്പര്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് JD വാൻസിന്റെ ഈ ഒരു കടന്നുവരവിനെ ഇറാനും നല്ല രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്.